ഗൂഗിൾ പേ അല്ലേ? ഞാനില്ലേ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടേ ഈ ഞണ്ടിന്റെ ഒരെണ്ണത്തിന് എടുത്ത് പിടിക്കാന്ന് ചോദിച്ചത്. ഇപ്പൊക്കെ 4 ഇട്ടു. അപ്പൊ നിങ്ങൾക്ക് 4 പേർക്ക് കൊടുക്കാനൊന്നുമല്ല. എനിക്ക് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അതേ ഓരോരോ അലവലാദികളൊക്കെ വന്ന് ചാടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കേണ്ട കണ്ടോ ഫ്രെയിമിലേക്ക് ഓരോരോ അലവലാദികളായിട്ട് വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇതുങ്ങളൊക്കെ ഇപ്പം എണീറ്റ് വന്നുള്ളൂ കേട്ടോ. ഇവിടെ നേരത്തെ എണീറ്റു. ഇവിടെയാണ് ഫസ്റ്റ് എണീക്കണം. 6:30 എണീക്കും. ഞാൻ 7 മണിക്ക് എണീറ്റു. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഞണ്ട് വാങ്ങിക്കുന്നുണ്ട് ഞങ്ങൾ. അതുകൂടി കിട്ടിയാൽ ഞങ്ങളെ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കണ്ണിന് എണീറ്റ് വന്നു. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തായിട്ട് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കഴിക്കാൻ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. സൗണ്ട് ഒന്നും പ്രശ്നമില്ലടാ. ഇത് മറ്റേ സ്കിറ്റ് ഒന്നും അല്ല. ഇതെന്താ ഞാൻ ചെയ്യാൻ പോണേന്നോ, എനിക്ക് ഗുളികയുണ്ട് ഭക്ഷണത്തിന് മുന്നേ. എന്റെ പല്ല് പറിച്ചിട്ടില്ലേ, ഇത് ഗ്യാസിന്റെ ഉള്ള ഞാൻ ആന്റിബയോട്ടിക് കഴിക്കുന്നുണ്ട്. അപ്പം 2 ദിവസമായി. പിന്നെ ഞാൻ എന്റെ പല്ല് പറിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമ്മൾ ഗ്യാസിന്റെ ഗുളിക കഴിക്കണ്ട. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാം. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഞണ്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ടാണ്. ഗോതമ്പ് ദോശയും പരിപ്പ് കറിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ ഒരു ചായ കുടിച്ചു. ഇപ്പോൾ കഴിയാനുള്ള ചായ നമ്മളെടുത്ത് മാറ്റി വെക്കും. ഇതൊന്ന് ചൂടാക്കിയിട്ട് ഇപ്പം ഞാൻ കൊടുക്കും. അപ്പോൾ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ കൂടി കഴിക്കാം. അപ്പോൾ എന്തായാലും ഈ ചായ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എല്ലാം തുടച്ച് ക്ലീൻ ചെയ്തിട്ടേക്കാണ്ട ഞാൻ ഏകദേശം. ഇനിയിപ്പം കറി വയ്ക്കുന്നതിൻ്റെ എന്താ പറയുക പണികൾ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കൊണ്ടുവന്നിട്ട് വേണമല്ലോ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ചായ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായ ചൂടായിട്ടുണ്ട്. ഓക്കെ, ബാ ഫുഡ് കഴിക്കാം. ബാ, സീരിയസ് ആയിട്ട് അറിയാം കേട്ടോ. പുണ്ണിമോള് കഴിച്ചോട്ടെ. ഞങ്ങൾ ഗുളി കഴിച്ചിട്ട് സമയം ആവണുള്ളൂ. അപ്പോഴേക്കും ഞങ്ങളും കഴിക്കും. കാരണം ഫുഡ് കഴിക്കാൻ കേട്ടോ. ഞാനുണ്ടോ പിന്നില്ലേ, ഞാനില്ലാത്ത എന്തുണ്ടേ. വിത്തൗട്ട് യു ഈ ഡേ ഇൻകംപ്ലീറ്റ് ആണ് മനുഷ്യ. അതെ, നിങ്ങളും പെടും. എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഞാൻ പുട്ടും പരിപ്പ് കറി ഉണ്ടാക്കാൻ പറഞ്ഞത് എവിടെയോ അപ്രത്യക്ഷമായി. ദോശയായി എന്നല്ലേ പറഞ്ഞില്ലേ എനിക്ക് പല്ലിൻ്റെ ഇതായോണ്ട് സോഫ്റ്റ് ആയിട്ട് ദോശ മതിയെന്ന്. പുട്ടത്ര ഹാർഡാ. അപ്പം ഞാനും കഴിക്കാൻ നോക്കട്ടെ. ഫുഡ് വലിയ ടേസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ കാലിയാക്കി. ഒന്നും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞാന്. ഗോതമ്പ് ദോശയാണ് വലിയ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുട്ട് ആഗ്രഹിച്ചിരുന്ന ആൾ ഗോതമ്പ് ദോശയുടെ അവസ്ഥ ഇതാണ്. പരിപ്പ് കറിയും ഏകദേശം കഴിഞ്ഞു. ബാക്കി ഞാനും കൂടി ഉണ്ടോ, ഒറ്റക്കൊന്നും അല്ല കേട്ടോ. എന്നെക്കൊണ്ട് ഒറ്റക്കൊന്നും ഇതൊന്നും പറ്റൂല. പറ്റില്ല. അപ്പൊ ഇനിയിപ്പൊ നേരെ പോയിട്ടാ ഞണ്ട് കറി മേടിച്ചിട്ടാ. ഞണ്ട് മേടിച്ചിട്ടാ. ഞണ്ട് കറിയാക്കി കിട്ടായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. എനിക്കെന്താണെന്നറിയില്ല, പാചകത്തിൽ ഭയങ്കര കഴിവായോണ്ടേ നല്ല ഫ്രഷ് ഞണ്ടൊക്കെ ആയിട്ട് ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് ഞണ്ടിനെ കാണിച്ചു കൊടുക്കാം അല്ലേ ഇന്നത്തെ വീഡിയോയിൽ. എന്താകും എന്തോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് നമ്മൾ പാത്രം കഴുകുന്നു. ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ആദ്യം പാത്രം കഴുകുന്നു. ഒരു ദിവസം എത്ര പാത്രം കഴുകണമല്ലോ ഒരു വീട്ടിൽ? സത്യമല്ലേ? സത്യമാണ്. അല്ല, എല്ലാവരും എല്ലാ സ്ത്രീകളുടെ ഒരു ഇതല്ലേ ദിവസത്തില് നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ പാത്രം കഴുകി വെച്ചിട്ടാണ് ഒരു ഡേ നമ്മുടെ കംപ്ലീറ്റ് ആവണല്ലേ. തള്ളു നിർത്തിയിട്ട് പണിയെടുക്കും, പണിയെടുക്കുക അതെന്നെ കൊണ്ട് പറ്റാത്ത പണിയാണ് കേട്ടോ. ടൈം ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഞണ്ട് മേടിക്കാൻ പോയ ആൾക്കാർ ഇതുവരെ എത്തിയിട്ടില്ല.
അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാട്ടിയൊക്കെ വെക്കാം. അപ്പോൾ പിന്നെ ഞണ്ട് വന്നിട്ട് അത് ക്ലീൻ ചെയ്ത് നമുക്ക് ഉപ്പിലൊക്കെ വേവിച്ചിട്ട് അങ്ങോട്ട് ചേർത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. സവാള, തക്കാളി, പച്ചമുളക് ഇത്രയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് വാട്ടാം. നമുക്ക് ഗ്രേവി ആയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ ഞണ്ടിലേക്ക് ചേർക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞണ്ട് വന്ന് ഇതാക്കുമ്പോൾ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അത് വേവിക്കുന്നത്. അപ്പോൾ അത് വേണ്ടിയിട്ട് അതെടുക്കാം. അപ്പോൾ ഇതൊക്കെ കൂടി ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് വാട്ടി പൊടിയൊക്കെ ചേർത്ത് ഗ്രേവിയൊക്കെ റെഡിയാക്കി വയ്ക്കാം. അതാണ് എൻ്റെ പ്ലാൻ. അയ്യോ മോൻ പോന്നതിന് കുഞ്ഞോ കരഞ്ഞാ? ആണോ അവന് സങ്കടായ? അയ്യോടാ അതെ ഞാൻ എന്താണ് പോന്നതിന്റെ വിഷമോ? അയ്യോടാ പാവം കുഞ്ഞാവേട്ടാ. കുഞ്ഞാതെ വീഡിയോ ഒക്കെ കാണുന്ന കുഞ്ഞാവേട്ടാ. അപ്പൊ ഞണ്ട് അപ്പറേ കൂടി കൊണ്ടുവരാം. എന്നാല് എവിടെ ഞണ്ട് കാണട്ടെ? ഇതാണ് നമ്മുടെ ഞണ്ട്. ഞാനപ്പോഴേക്കില്ല ഗ്രേവിയൊക്കെ എടുത്ത് വാട്ടാനിട്ട് നിങ്ങൾ വരാൻ വൈകിയപ്പോഴേ അതെന്തായാലും കുറച്ച് കൂടുതലായിട്ട് വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്തു. ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ നമ്മുടെ മരം വെട്ടിയത് നമ്മുടെ വീടിൻ്റെ ബാക്കിലായിട്ട് ഒരു മഹാഗണി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇപ്പോൾ കൊമ്പ് ജില്ലയൊക്കെ ഇറക്കി ഇപ്പം ഈ മരവും അടുത്ത ദിവസം തന്നെ വെട്ടു കേട്ടോ. ഇതാകെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പം മരം വെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിറച്ചും കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് മാറ്റണം. ചിലപ്പോൾ അവർ ക്രിസ്മസ് കഴിഞ്ഞിട്ടേ ഇനി വരുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കിനിയിപ്പോൾ ഞണ്ടിനെ ശരിയാക്കാം. ഞാനില്ലേ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടേ ഈ ഞണ്ടിൻ്റെ ഒരെണ്ണത്തിന് എടുത്ത് പിടിക്കുമെന്ന് ചോദിച്ചത്. ഇപ്പം ഒക്കെ കൂടെ ഓടി നടക്കണം ഇവിടെ. ഈ മുറ്റം മൊത്തം കുഞ്ഞിക്കാലുകൾ ഓടി നടക്കണം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഡേഞ്ചർ സംഭവം ഉണ്ടോ കുറച്ച്? വേണ്ട വേണ്ട വേണ്ട. ഇതിനെന്താ പ്രത്യേകത? ഓക്കെ. ഇതിൻ്റെയൊക്കെ കാല് തന്നെ ഓടിച്ചതാ. അപ്പം ഞാൻ പിന്നെ ബാക്കി എന്തെങ്കിലും നടപടിയാക്കാം. എനിക്ക് പേടിയാണ് കേട്ടോ സത്യമായിട്ട് ഞണ്ടിനെ. എന്നാ പേടിയുമാണ്. അത് ഇത് ഭയങ്കര റിസ്ക് പിടിച്ച സാധനമാണ്. ഉണ്ണി ഇനി പുറത്തേക്കില്ല. ഞാൻ നിർത്തി. ഞണ്ട് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുക്ക് എന്തൊക്കെ ചേർത്തു? ഞണ്ടിലേക്ക് നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്തിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഇനി ഒരു പച്ചമുളക് കൂടി ചേർക്കണം. നല്ല 2-3 പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നമ്മൾ വേവിക്കും. ഇത് നന്നായിട്ട് വെന്ത ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രേവിയിലേക്ക് മിക്സ് ആക്കുന്നത്. ഞണ്ടിൻ്റെ കാലൊക്കെ ഞാൻ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് വേവിച്ചിട്ടില്ലേ കഴമ്പെടുത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഞണ്ടിനെ കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്തിട്ടോ മുഖമൊക്കെ ഇതായല്ല. കൈ വിറച്ച് വിറക്കുന്നുണ്ടോ കാലത്ത്? ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. ഇതിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ തക്കാളി സവാള ഇട്ട് വാട്ടിയിട്ട് അതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുത്തു. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാല, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ചൂടാക്കിയിട്ട് അത് ആ വേവിച്ച ഞണ്ടിലേക്ക്, ആദ്യം വേവിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചില്ലേ, അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ ഈ ഒരു ഗ്രേവി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ചും കൂടി വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് ഉപ്പൊക്കെ പാകത്തിന് നോക്കി കഴിഞ്ഞപ്പോൾ ഇത്രയുള്ളതിൻ്റെ ഞണ്ട് കറി. കാണാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലേ? കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്കിനി കുളിച്ചിട്ട് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാം. ഓക്കെ. ഉണ്ടായിട്ട് അതൊന്നും ഞാൻ കറിയിലിട്ടില്ല, ഞണ്ട് മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ കാലിപ്പോൾ ഇതേ വേറെ ഉപ്പിട്ടിട്ട് ഞാൻ വേവിക്കാം കേട്ടോ. ഗ്രേവി ഉണ്ടാക്കി ചട്ടി ആയതുകൊണ്ടാണ് ഈ മസാലയൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ത് ചെയ്യണമെന്ന്. വേണമെങ്കിൽ കറിയാക്കാം, സൂപ്പാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം.
അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അന്നേരത്തെ വീഡിയോ എടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ഞണ്ട് കറി കൂട്ടിയിട്ട് കഴിക്കാൻ കേട്ടോ നമ്മൾ ഫുഡ്. ഇന്ന് നമ്മൾ ഉച്ചവരെ വേറെ ഒരു പരിപാടി ഉണ്ടായില്ലേ, ഞണ്ട് മേടിക്കാൻ പോയി ഞണ്ട് കറി വെച്ചു. ഇനി ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊന്ന് പുറത്തേക്കൊക്കെ പോകണം. അപ്പം നമുക്കതൊക്കെ കാണാം കേട്ടോ. ഞണ്ട് കറി ഉള്ളതുകൊണ്ട് പാത്രത്തിൻ്റെയൊക്കെ അവസ്ഥയാണ് ഈ കാണുന്നത്. ചോറൊക്കെ കുറഞ്ഞ് ഇവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. സൂപ്പറായിരുന്നു കേട്ടോ. എന്താ പറയാ, തൃപ്തിയായി സത്യം. നമ്മള് ATM വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ SBI UPI വഴി എടുക്കാം. ATM കാർഡ് ഇല്ലാതെ ATM കാർഡ് ഇല്ലാതെ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് എടുക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അത് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അല്ലേ? എടുക്കാൻ പറ്റും പറ്റുമായിരിക്കും. നോക്കാം കേട്ടാ. അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ഇൻഫർമേഷനും കൂടി നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ കിടക്കട്ടെ. നമുക്ക് നോക്കാം. അത് UPI QR ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതെടുക്ക്. എമൗണ്ട് അടിക്ക്. QR വന്ന് ഇനി UPI ആപ്പ് എടുത്ത് QR സ്കാൻ ചെയ്യും. ഇനി വിഡ്രോ അത് കൊടുക്കുക. ഇനി അതിപ്പോൾ വരും എൻ്റെ അകത്ത്. ഓക്കെ കൊടുക്ക്, കണ്ടിന്യൂ കൊടുക്ക്. ATM കാർഡ് ഇല്ലാതെ നമുക്ക് വിഡ്രോ ചെയ്യാം. ബാലൻസ് ഒന്നും കാണിക്കണ്ട. ഇത് ഇല്ലല്ലേ അവരെ അപ്പൊ ഓക്കെ, ഇതെന്തായാലും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായി. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടും വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ട്രീ കേട്ടോ. ട്രീ പുൽക്കൂട് കണ്ടോ. ഇത് ഇതുവരെ ഡേ ലൈറ്റില് കേറാനുള്ള ക്ഷമയില്ല. അതിലിട്ട് പൊട്ടിച്ച് തിരിച്ചു പുറത്ത് വന്നപ്പം പത്തിൽ ഐസ് മേടിക്കാന്നാണ് കയറിയത്. അപ്പൊ എനിക്ക് ഫേവറേറ്റ് 4 ലഡു. അപ്പൊ നിങ്ങൾ 4 പേർക്ക് കൊടുക്കാനൊന്നുമല്ല, എനിക്ക് കഴിക്കാനാണ്. വേണോ എടുത്തോ? ലഡു ഒക്കെ തീർന്ന് ഇനിയിപ്പോൾ എന്തിട്ട് തീറ്റയാണ്? ലൈസ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്കിറ്റിന്റെ ബാക്കി എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ഡയലോഗൊക്കെ ഡൗൺലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ നമ്മളൊരു കുഞ്ഞൊരു സ്കിറ്റ് എടുത്താൽ, സ്കിറ്റ് അല്ല, ഒരു കുഞ്ഞൊരു എന്താ പറയാ, കുഞ്ഞൊരു സംഭവം. അതേ കണ്ണന അതിന്റെയൊക്കെ ഡൗൺലോഡ് ചെയ്തോണ്ടിരിക്കും. ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ഇനിയിപ്പോ അത് എഡിറ്റ് ചെയ്തിട്ട് നമ്മള് വൈകുന്നേരത്തേക്കല്ലേ മെയിനായിട്ട് വീഡിയോ ഇടുന്നത്. അപ്പൊ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ വീഡിയോ ഇടണം. പിന്നെ എന്താണ് പരിപാടി? ഇപ്പൊ സമയം വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വൈകുന്നേരത്തെ ചായ കുടിക്കലാണ് നമ്മുടെ പരിപാടി. നമ്മൾ ലഡുക്കെ കഴിച്ച് കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ കുറച്ച് ചായ ഒക്കെ കുടിക്കും. പിന്നെ ഇന്നത്തെ ദിവസം വേറെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ചുമ്മാ ഇരിക്കും. ഇപ്പൊ വൈകുന്നേരം 4 മണിയാവാറായിട്ട്. അപ്പൊ നമ്മൾ ചായ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിക്കാൻ ഒരാള്.
എന്താ ചായക്ക് എന്താ സ്നാക്സ് എന്താ പോന്ന് അവലൂസ് ഉണ്ടയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ അല്ല നമ്മൾ ശബരിമലക്ക് പോകുമ്പോഴുള്ള സ്പെഷ്യൽ. എന്നാലെന്താ സന്തോഷിക്കണ്ടേ? ചായ ഇവിടെ ഇരിക്കണം, അതൊന്നും ആവട്ടെ ഉണ്ണിയും. ചെപ്പെടുത്ത് എന്റെ തലയിലേക്ക് അതാണ്. അത് നീ എടുത്തോ. അതൊക്കെ രസല്ലേ, ഇതൊക്കെ ഒരു അഭിമാനം. ഞാൻ തന്നെ ഉണ്ടാക്കിയ അത് പറയുമ്പോ അഭിമാനമൊക്കെ. കളയോ നിങ്ങൾ? ഉണ്ണിയും ചായ കുടിക്കണം. കട്ടൻ ചായ കുടിക്കണം വൈകുന്നേരം. അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കഴിയാണ് കേട്ടോ. ഇപ്പം സമയം 5:30 ആയിട്ടുള്ള ഒരു ഡേ ഇപ്പം കഴിയുന്നില്ല. പക്ഷെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല. സാധാരണ നമ്മൾ സൺഡേ പിള്ളേരെല്ലാവരും കൂടി ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോവാറുണ്ട്. പക്ഷേ ഈ സൺഡേ നമ്മളെങ്ങും പോകുന്നില്ല, കാരണം ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾക്കൊരു കല്യാണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ ദിവസം അങ്ങനെ പോകും. പിന്നെ ന്യൂ ഇയർ ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും വീഡിയോസിൽ നമ്മൾ പോവുകയാണെങ്കിൽ വീഡിയോസിൽ ഉണ്ടാവും കേട്ടോ എന്തായാലും. അപ്പോൾ ഇന്നത്തെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തത്. എന്താവുന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഇതിലെടുത്ത വീഡിയോസിൽ എന്തൊക്കെയാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതെന്ന് അറിയില്ല. അപ്പം എന്തായാലും പറ്റുന്ന പോലെ ഒരു വീഡിയോ ഞാൻ ഇടും. അപ്പോൾ ഇനിയിപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. ബൈ.